ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ഓഡിഷൻ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ അറിയാം. നമുക്കിപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ അവർ തന്നെ പറയും. ഇപ്പോൾ വാഴാത്രി അതുപോലെ ആശീർവാദിൻ്റെ ഈ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഓഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ട്. കാസ്റ്റിംഗ് കോൾ ഞാൻ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട ആ ഓഡിഷൻ കോൾ OLX-ലാണ് ഉണ്ടായിരുന്നത്. OLX-ലാണ് ആ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നത്. അത് അങ്ങനെയൊക്കെ ഓരോ സാധനം ഫേക്ക് സാധനങ്ങൾ. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര സിനിമയിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതിൽ ചാലക്കുടിയിൽ ഒരു ഓഡീഷൻ പോയപ്പോൾ പക്ഷെ ആ പടം തന്നെ ഫേക്ക് ആയിരുന്നു. അതാണ് അതിന്റെ കോമഡി. അപ്പൊ പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഇത്രയും പടനൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ലാസ്റ്റ് ഈ പടം അങ്ങനെ ഒരു പടമേ ഇല്ല. അത് അതിനേക്കാളും വലിയ ഫേക്ക് ഓഡീഷൻ. റഹ്മാൻകയുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് ഇല്ലാണ്ടാക്കും റഹ്മാൻക്ക്. എന്താ വെച്ചാൽ എടാ എനിക്ക് ബാക്കിയുള്ളവന്മാരോട് ഷർട്ട് അയച്ച് വെക്കുമ്പോൾ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് നീ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്യും ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമുക്കിത് ചെയ്യാതിരിക്കാനും പറ്റില്ല. അതായത് നീ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് വരണമെന്നൊന്നും പറയില്ല. നീ ബാക്കിയുള്ളവന്മാരോട് വെക്കുമ്പോൾ നീ ആണെങ്കിൽ ആലോചിച്ചോ പോസ്റ്ററിൽ എങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെനിക്ക് വെയിറ്റ് ട്രെയിനിങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കോച്ച് ജോഫിൽ കോച്ച്, ബാക്കി എല്ലാവർക്കും ഷിഫാസാണ് ട്രെയിനിങ് ചെയ്തത്. അപ്പോൾ എനിക്ക് ജോഫിൽ കോച്ച് ഇതുപോലെ ബോഡി വെയിറ്റ് എക്സസൈസ് മാത്രം ചെയ്ത് ലീൻ ബോഡി ടൈപ്പ് ആക്കി എടുക്കുക. കാരണം നമ്മളെല്ലാവരും +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഭയങ്കര ലീൻ ആയിട്ടുള്ള ബോഡി ടൈപ്പ്. അതെ. അപ്പൊ അതുകൊണ്ട് ബോക്സിംഗ് ഒന്നും പഠിക്കണ്ട, പക്ഷെ ആ ഒരു പ്രായത്തിലേക്ക് എത്താനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ട്രെയിനിങ് പരിപാടിയായിരുന്നു. അപ്പൊ അതിൽ പണി കുറവ് എനിക്കാണ് അറിയാം. ഇവന്മാർക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് വൈകുന്നേരം ബോക്സിംഗ് ക്ലാസ് ഉണ്ട്. അതൊരു 3 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ആ സമയത്ത് അവരെല്ലാവരും ഭയങ്കരമായിട്ട് ബോക്സിംഗ്, അതിപ്പോ നസ്ലിൻ, ലുക്കു, ഗണു, സന്ദീപ്, ബേബിക്കും എനിക്കുമാണ് ഒട്ടും പണിയില്ലാത്ത. ബേബിജീന്റെ എനിക്കാണ് ബോക്സിംഗ് ഒന്നുമില്ല. ബാക്കി എല്ലാവരും ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട്. ഇപ്പം ബേബിജീന്റെ കാര്യം പറഞ്ഞപ്പോ ബേബിജീൻ ഇപ്പൊ മോഹിനിയാട്ടത്തില് വലിയൊരു റോൾ, നമ്മളെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കരുത്. ഓക്കേ, ഇത്രയും ഒരു കാലിബറുള്ള ഒരു മനുഷ്യൻ, ആ ഒരു ഫീൽ ആയിരുന്നു. സിനിമ കണ്ട സമയത്ത് ബേബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബേബി കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മള് അയൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പൊ ഞാൻ ബേബി ടോയ്ച്ചേട്ടൻ്റെ കൂടെ ഉള്ള സിനിമയാണ്. അപ്പൊ അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് റിലീസായത്. അപ്പോൾ ഇതിന്റെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി, അദ്ദേഹം അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സ്വാതിദാസ് പ്രഭു, അതിനകത്ത് അളിയൻ, അവനും ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ബേബിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ബേബി ഇപ്പോൾ റാപ്പറാണെന്ന് നമുക്കറിയാം. അതിലിത് കഴിവ് തെളിയിച്ചു. ജിംഖാനയിലൊരു കോമഡിയൊക്കെ ചെയ്യുന്ന ഒരു ഇതായിട്ട് ചെയ്തു. ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരു സാധനം സുഭാഷായിട്ട് വന്നിട്ട് അങ്ങ് അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. കാരണം ബേബി ഒരു ആസ് എൻ ആക്ടർ ഇനിയിപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അവൻ തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോൾ റാപ്പ് നിർത്തിയിട്ട് ഇതിലോട്ട് പോകുമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലോട്ടൊക്കെ ആയി. ബേബിയുടെ പരിപാടി നൈസായിരുന്നു ഇതിനകത്ത്. ഇപ്പം പാലക്കാട് സാധാരണ ഒരു നഗരത്തിൽ പാലക്കാട് വന്നിട്ട് വലിയ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വരുന്ന ഒരാളാണ് ശിവ. 1200 ഓഡീഷൻ്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന ഒരാൾ മീൻസ് നമ്മൾ ഈ ലേറ്റസ്റ്റ് അടുത്തിടെയായിട്ട് നമ്മൾ കുറേ വാർത്തകൾ ഫേക്ക് ആയിട്ടുള്ള ഓഡീഷനെ പറ്റിയിട്ടും അതുപോലെ പ്രൊമോഷന് പോലും അങ്ങനത്തെ ഒരു ആൾക്കാർ ഇപ്പം വാഴാത്രി അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ അതിന് മുന്നേ ഓഡീഷൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ആയിട്ടുള്ള ഇത് കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു നല്ലൊരു വേയിലേക്ക് നമുക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? ഐ മീൻ ഒരു എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓഡീഷൻ ഫേക്ക് ആണോ അല്ലയോ? അതായത് ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ഓഡീഷൻ ഫേക്ക് ആണോ എന്നുള്ളതൊക്കെ അറിയാം. നമുക്കിപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ അവർ തന്നെ പറയും. ഇപ്പോൾ വാഴാത്രി അതുപോലെ ആശീർവാദിൻ്റെ ഈ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഓഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ 2016 നമുക്കിത് ഓഡിഷൻ നമുക്കിത് ഫേക്ക് ആണോ അല്ലയോ എന്ന് അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ കാസ്റ്റിംഗ് കോൾ ഞാൻ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട ആ ഓഡിഷൻ കോൾ OLX-ലാണ് ഉണ്ടായിരുന്നത്. OLX-ലാണ് ആ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നത്. അത് അങ്ങനെയൊക്കെ ഓരോ സാധനം ഫേക്ക് സാധനങ്ങൾ. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര സിനിമയിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതിൽ OLX-ൽ ഒരു ഓഡിഷൻ കോൾ അതുപോലെ അഭിനയിക്കുന്ന ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് OLX-ൽ. അപ്പോൾ ഞാൻ ശരി എറണാകുളത്ത് നിന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അവിടെ കുറച്ച് പൈസ ഒരു പോർട്ട്ഫോളിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു 10,000-10,000 രൂപ മേടിച്ച് എടുത്തു തന്ന ഫോട്ടോ ആണെങ്കിൽ കച്ചറ ഫോട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേക്ക് ഓഡിഷൻ കോൾസ് എപ്പോഴും ഉണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ ഇപ്പോൾ ഉള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫെഫ്കെഡൻ എന്തോ ഒരു ഇത് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ല അവിടെ വിളിച്ചു ചോദിക്കാം ഇങ്ങനത്തെ ഒരു സിനിമ തുടങ്ങുന്നുണ്ടോ അങ്ങനെ അതിനുള്ള സൗകര്യം ഉണ്ട്. അല്ലെങ്കിൽ ഈ ഏത് പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിന് ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാവും. ഇപ്പോൾ ജെന്യൂനായിട്ട് ഇപ്പോഴത്തെ എനിക്കറിയില്ല, പണ്ടൊക്കെ ഓഡിഷൻസ് ഫോർ യു അതുപോലെ ഫ്രീ കാസ്റ്റിംഗ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേജസ് ഉണ്ടായിരുന്നു. അതിൽ ജെന്യൂനായിട്ടുള്ള ഓഡിഷൻസ് ആണ്
വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോഴാണ് കൂടുതലും കാണുന്നത് ഓഡീഷന് പോയി പറ്റിക്കപ്പെട്ടു, പൈസ പോയി എന്നുള്ള വാർത്തകൾ നമ്മൾ കൂടുതൽ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ വേറൊരു കഥ എന്ന് കേട്ടത് മറ്റേ എന്നെ ഈ സിനിമയിൽ എടുത്തില്ലെങ്കിൽ ഞാൻ തീപ്പെട്ടി പണ്ടനെ വരച്ച് ചത്തകളെന്നൊക്കെ. അത് ചാലക്കുടിയിൽ ഒരു ഓഡീഷൻ പോയപ്പോൾ പക്ഷെ ആ പടം തന്നെ ഫേക്ക് ആയിരുന്നു, അതാണ് അതിന്റെ കോമഡി. അപ്പൊ പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഇത്രയും പടനൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ലാസ്റ്റ് ഈ പടം അങ്ങനെ ഒരു പടമേ ഇല്ല, അത് അതിനേക്കാളും വലിയ ഫേക്ക് ഓഡീഷൻ. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം 3 ഓഡീഷൻ 4 ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യും. ചാലക്കുടിയിൽ ഒരു ഓഡീഷൻ ഉണ്ടാവും, പാലാരിവട്ടം വൈറ്റിലൊരു ഓഡീഷൻ, സ്ഥിരം ഓഡീഷൻ നടക്കും. ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കാസ്റ്റിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ അധികം ഓപ്ഷൻ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിഷൻ ഒരു പബ്ലിസിറ്റിയും കൂടിയാണ്, ഓഡിഷൻ ത്രൂ തന്നെയാണ് എല്ലാ ചെറിയ ചെറിയ റോളിലേക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ കുറഞ്ഞു. ഇപ്പോൾ പരിചയത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഡീഷനോ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെയൊക്കെ കുറേ കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓഡീഷനൊക്കെ ഒരു 3000 പേര് 2000 അത്രയും ആൾക്കാർ വരും ആ സമയത്ത്. അപ്പോൾ ഇതുപോലൊരു ചാലക്കുടി ഓഡീഷൻ പോയപ്പോൾ ഒരു അപ്പാപ്പൻ ഒരു 60-65 വയസ്സുള്ള ഒരു പുള്ളി വന്നിട്ട് ചെയ്താണിത്. എന്റെ പടത്തിലെടുത്തില്ലേ ഞാൻ ചത്തകളെന്ന് പറഞ്ഞ് ഭീഷണി, പക്ഷെ ആ പടവേ ഇല്ല, ചുമ്മാ പുള്ളിയാണ് അതിൽ. അങ്ങനത്തെ അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓഡീഷൻ എന്തായാലും കോമഡി ആവും. ഭയങ്കര നെർവസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓഡീഷൻ ഏതിന്റെ ആയിരിക്കും? എൻ്റെ ആദ്യത്തെ ഓഡീഷൻ, ഈ പറ്റിക്കപ്പെട്ട ഓഡീഷൻ ഞാൻ ഭയങ്കര നെർവസ് ആയിട്ട് ചെയ്ത്. പക്ഷെ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അടിപൊളി വാവ്. അപ്പം എനിക്ക് അന്നേ ഞാനിത് ആലോചിച്ച് ഇതാക്കണ്ടായിരുന്നു, ഇത്രയും ഊളായിട്ട് ചെയ്തിട്ട് പോലും ഒരു ഭാവം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇങ്ങനെയാണ് പരിപാടിയല്ലേ എന്ന്. പിന്നെയാണ് അവർ ഈ പോർട്ട്ഫോളിയോൻ്റെ എടുക്കാനൊക്കെ പറഞ്ഞത്. അത് ഭയങ്കര നെർവസ് ആയിട്ട് ഞാൻ ഇറങ്ങി പോണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതിൽ പിന്നെ ഞാൻ എന്തായാലും ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് കൈയും കാലും വരച്ച് നമ്മൾ എന്താണ് ചെയ്തതെന്ന് വരെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, ആ ഒരു അവസ്ഥയായി പോകില്ല. അങ്ങനെ അതായിരുന്നു ഫസ്റ്റത്തെ ഓഡിഷൻ ആയിരുന്നു ഏറ്റവും നെർവസ് ആയിട്ടുള്ള ഓഡിഷൻ. നാടകത്തിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെയും ഒക്കെയാണ് അഭിനയ മോഹം ഇങ്ങനെ വന്നതെന്ന് തോന്നിയിട്ടുണ്ടല്ലോ. എപ്പോഴായിരുന്നു നമുക്ക് ഓക്കെ എന്നിലൊരു നടനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു മൊമെന്റ്? ഇനി ഒരു നാടകം കഴിഞ്ഞിട്ട്? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് മാത്രമുള്ള ഫീലിംഗ് ആണെന്ന് പറയാൻ വേണ്ടി ഞാൻ കുറേ ആൾക്കാരോട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു സാധനം അഭിനയിച്ച് നമുക്ക് ഒരു 100% സാറ്റിസ്ഫിക്കേഷൻ ഒന്നും വരില്ല എങ്ങനെയായാലും. നമ്മൾ ഇതിനകത്ത് അത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, ഞാൻ നമ്മുടെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർക്കും ഇതേപോലത്തെ ഫീലിംഗ് ഉണ്ടാവാറുണ്ടെന്നാണ്. അപ്പോൾ നമുക്കൊരിക്കലും നമ്മളങ്ങനെ 100% ഒരു അഭിനേതാവായി അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സാധനം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ ചെറിയ കോൺഫിഡൻസ് വരും. ഇപ്പം നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴുള്ള ടെൻഷൻ നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ അത് കുറച്ചുകൂടെ വലിയ ക്യാരക്ടറാവും, പിന്നെ അതിൽ നിന്ന് മുഴുനുള്ള കഥാപാത്രത്തിലേക്കാവും. അപ്പോൾ അതങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇമ്പ്രൂവ്. മമ്മൂക്കാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ലേ, തേക്കും തോറും അത് മിനുക്കി എടുക്കേണ്ട ഒരു സാധനമാണ് അഭിനയം എന്ന്. അതുപോലെ എത്ര മിനുക്കുന്നു അത്രയും അടിപൊളിയാവും എന്നുള്ള രീതി. ഇപ്പം മമ്മൂട്ടീനെ പറ്റി പറഞ്ഞുകൊണ്ട് ഓസ്ലറിലാണെങ്കിലും മമ്മൂക്കേൻ്റെ ആ ചെറിയ കാലത്ത് മമ്മൂക്കയുടെ കൂടെ ഒരു പണി തരുന്ന ആ ഒരു സാധനം, ഇപ്പം ദൃശ്യത്തിലാണെങ്കിൽ മോഹൻലാലിന് ഡയറക്റ്റ് കൊടുക്കുന്നില്ലെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി പോകുന്നു വേറെ ഇതിങ്ങനെ ഞാൻ ഇന്ന് രാവിലെ എന്തോ അങ്ങനത്തെ ഒരു ഇതിൽ കണ്ടു. ഇങ്ങനെ ഇത് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ എന്റെ ഒരു കഥ ഇങ്ങനെയുണ്ടല്ലോ. അല്ല, ഓസ്ലറിലത്തെ പണി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ വൃത്തികെട്ട പണിയാണല്ലോ. അപ്പൊ ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദൃശ്യത്തില് ഓക്കെയാണ്. ജേർണലിസം ആണല്ലോ. ജേർണലിസത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ജേർണലിസ്റ്റുകൾക്ക് എപ്പോഴും നിങ്ങൾ ജേർണലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഇത് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേർണലിസം പഠിക്കുന്ന പിള്ളേരോടൊക്കെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് എന്താ പറയുക, അവരുടെ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊക്കെ ഇപ്പോൾ നമ്മളൊരു ചായക്കടയിൽ പോയിരുന്ന് കുറേ ആൾക്കാരുടെ കോൺവെർസേഷൻ കേട്ട് അതിൽ നിന്ന് വല്ല ത്രെഡ് ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെ. അപ്പോൾ ജേർണലിസ്റ്റുകൾ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അല്ല ജോർജ് കുട്ടിക്ക് പണി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യരുത്. ലാലേട്ടനല്ലേ.